എന്താ സർ? എന്താ പ്രശ്നം? ഇവനാണോ വിഷ്ണു? അതെ. നീ വക്കീലാണല്ലേ? അതെ. നിന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ? അത് ഞാൻ വീട്ടിൽ വെച്ചിരിക്കാം. നോണ പറയുന്നോടാ. എത്ര നാളാണ് ഈ തട്ടിപ്പ് തുടങ്ങിയിട്ട്? തട്ടിപ്പോ? അപ്പൊ നിനക്കൊന്നും അറിയില്ലല്ലേ? വിഷ്ണു ആൻഡ് ചന്ദ്ര അസോസിയേറ്റ്സ്. ഒരു കറുത്ത കോട്ടും ഇതുപോലൊരു ഓഫീസും ഉണ്ടെങ്കിൽ എല്ലാം ആയെന്നാണോ നിന്റെ വിചാരം? സർ എന്തൊക്കെയാ പറയുന്നേ? എന്താ പ്രശ്നം? ഈ ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കില്ല. ഇവനെ ഞാൻ കൊണ്ടുപോകാൻ പോവാ. അങ്ങനെ വെറുതെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല സർ. ആദ്യം വിഷ്ണു ചെയ്ത തെറ്റെന്താണെന്ന് പറയണം. അതെ, അതല്ലേ അതിന്റെ മാന്യത. പറയട്ടടാ, പറയട്ടെ നീ ചെയ്ത തെറ്റ്. സാറേ, നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. മോനെ വിഷ്ണു, ഒരു പരാതി കിട്ടിയാൽ ഉടനെ ചാടി പുറപ്പെടുന്ന ശീലം ഇപ്പം പോലീസുകാർക്കില്ല. അത് ഞങ്ങൾ ശരിക്കും അന്വേഷിക്കും. പരാതി ശരിയാണെന്ന് ബോധ്യം വന്നാൽ മാത്രമേ ഞങ്ങളെടുത്ത സ്റ്റെപ്പ് എടുക്കത്തുള്ളടാ. നിന്നെക്കുറിച്ച് കിട്ടിയ പരാതി 100% ശരിയാണെന്ന് മനസ്സിലാക്കിയ ശേഷമാ ഞങ്ങൾ ഇവിടെ വന്നത്. സർ, ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കുക. അത് തടസ്സപ്പെടുത്തരുത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് കഴിഞ്ഞ് നമുക്ക് സംസാരിച്ച് പരിഹരിക്കാം. അതെ, അതാണ് ശരി. മംഗളകരമായ ഒരു കർമ്മം നടക്കുന്നതിനിടയ്ക്ക് സത്യത്തിൽ നിങ്ങളിപ്പോ വരാനേ പാടില്ലായിരുന്നു. ഇവിടെ എന്തുദ്ഘാടനമാണ് നടക്കുന്നത്? ഓഫീസിന്റെ. എന്ത് ഓഫീസിന്റെ? വക്കീൽ ഓഫീസിന്റെ. വക്കീലല്ലാത്ത ഒരുത്തന് സ്വന്തം പേരിൽ വക്കീൽ ഓഫീസ് നടത്താൻ പറ്റൂ? വക്കീലല്ലാത്ത ആളോ? ഇവര് രണ്ടുപേരും ആണല്ലോ ഇതിന്റെ പ്രൊപ്പറേറ്റേഴ്സ്. അഡ്വക്കേറ്റ് വിഷ്ണു, അഡ്വക്കേറ്റ് ചന്ദ്രലേഖ. വിഷ്ണു ആൻഡ് ചന്ദ്ര അസോസിയേറ്റ്സ്. ഇവൻ വക്കീലാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? LLBക്ക് ഇവൻ ചേർന്നു എന്നുള്ളത് നേരാ. പക്ഷേ ഇവൻ പരീക്ഷ പാസ്സായിട്ടില്ല. വിഷ്ണു എന്ന് പേരുള്ള മറ്റൊരുത്തന്റെ അഫിലിയേഷൻ നമ്പറും മറ്റും ഉപയോഗിച്ച ഇവൻ വക്കീലാണെന്ന് പറഞ്ഞ് ഇതുവരെ ഞെളിഞ്ഞു നടന്നത്. സത്യത്തിൽ ഇവൻ വക്കീലല്ല. അതുകൊണ്ട് തന്നെ ഇവൻ ഇങ്ങനൊരു ഓഫീസ് തുടങ്ങാൻ പറ്റില്ല. ശരിയാണോ വിഷ്ണു ഞാൻ ഈ കേൾക്കുന്നത്? ശരിയാണ്. ബാക്കിയൊക്കെ അങ്ങ് സ്റ്റേഷൻ ചെന്നിട്ട് ഇവനെ ഇനി അങ്ങ് മറന്നേക്ക്. നടക്കണം.